ഹായ് എവരി വൺ. ഈ ജൂലൈ ഫസ്റ്റ് വീക്കിൽ നടന്നൊരു ഇഷ്യൂ തന്നെയാണ്. പലരും ഞാൻ എന്തുകൊണ്ട് ഇതിലൊരു വീഡിയോ ചെയ്തില്ല എന്ന് ചോദിച്ചിരുന്നു. ഏഞ്ചൽ ജാസ്മിൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ ടോപ്പിക്കിൽ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ കണ്ടില്ല. ഓക്കെ, അങ്ങനെയായിരുന്നു കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടതും. ആക്ച്വലി ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് കേട്ട സമയത്ത് എനിക്ക് ഇതിൽ എന്തൊക്കെയോ സംശയം തോന്നിയത് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ മിണ്ടാതിരുന്നത്. ഒരു അച്ഛൻ, ഒരമ്മ മകളെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ വേണം പ്രോപ്പറായിട്ട്. ദുരഭിമാനം എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ഏഞ്ചൽ ജാസ്മിനെ അവർ 2022 ആലപ്പുഴയിലേക്ക് കല്യാണം കഴിച്ച് വിട്ടതാണ്. അപ്പോൾ അതൊരു അറേഞ്ച് മാരേജ് ആയിട്ട് തന്നെ പോയൊരു കാര്യം 2025 ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ ഈ കുട്ടി തിരിച്ചു വരികയാണ്. അപ്പോൾ അതിൽ ദുരഭിമാനം എന്ന് പറയാൻ മാത്രം ഇല്ല. കാരണം അതിനകത്ത് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു സീൻ, ദുരഭിമാനത്തിൻ്റെ സീൻ അവിടെ എനിക്ക് ഉള്ളതായിട്ട് തോന്നുന്നില്ല. രാത്രി ഈ കുട്ടി പുറത്തു പോകുന്നു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ അച്ഛൻ പോലീസുകാരുടെ മുന്നിൽ നിന്ന് മീഡിയ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡിനെ ആയിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ് ഈ കുട്ടി കല്യാണം കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് അച്ഛൻ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വേർഷൻ. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനും ഈ കുട്ടിയും ഒക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള കശപിശ വീട്ടിൽ നടക്കാറുണ്ട്. പക്ഷെ പുറത്തേക്ക് അങ്ങനെ കേൾക്കാറില്ല, ആളുകൾ അറിയാറില്ല എന്നൊക്കെ പലരും വീഡിയോയിൽ പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ അച്ഛനമ്മ ഈ ഏഞ്ചൽ ജാസ്മിൻ മാത്രമല്ല, ഈ ഏഞ്ചൽ ജാസ്മിൻ്റെ ഗ്രാൻഡ് പാരൻസും അതേ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാവരും കൂടി ഒപ്പമാണ് നിൽക്കുന്നത്. ഏഞ്ചൽ ജാസ്മിൻ്റെ അച്ഛൻ്റെ പേര് ജോസ്മോൻ, ഇവിടെ ഫോട്ടോയിൽ കാണുന്ന ജോസ്മോൻ, ജെസിമോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് അച്ഛനമ്മ. ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ആലപ്പുഴയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ലാബ് ടെക്നീഷ്യനായിട്ടാണ് ഇവിടെ ഈ ഏഞ്ചൽ ജാസ്മിൻ വർക്ക് ചെയ്തു വരുന്നത്. ഏഞ്ചൽ ജാസ്മിൻ എന്ന് പറഞ്ഞ ഈ കുട്ടി വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തും. വീട്ടിലെത്തിയതിനു ശേഷം വണ്ടി എടുത്തിട്ട് പുറത്തു പോകും. അപ്പോൾ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലിയാണ് ഏഞ്ചൽ ജാസ്മിൻ്റെ ഫാമിലി. നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഈ അച്ഛനാണെങ്കിലും നാട്ടുകാരോട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നൊരു വ്യക്തിയല്ല. ഏഞ്ചൽ ജാസ്മിൻ ആണെങ്കിലും നാട്ടുകാരോട് പ്രശ്നമോ വിഷയമുള്ള ഒരു കുട്ടിയല്ല. ഏഞ്ചൽ ജാസ്മിൻ ഇതിനു മുമ്പ് കന്യാസ്ത്രീ ആവാൻ വേണ്ടി സ്വയം പോയി അങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. പിന്നെ കന്യാസ്ത്രീ പട്ടം സ്വയം അങ്ങോട്ട് ഉപേക്ഷിച്ചു എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അലോഷി എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട് ഇവർക്ക്. ഈ അച്ഛനമ്മ മാത്രമല്ല, ഈ അലോഷി എന്ന് പറഞ്ഞ അങ്കിളും ഈ കേസിൽ പ്രതിയാണ്. അപ്പോൾ വിഷയം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും അങ്കിളും അറിഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ തീർത്ത് കളയണം എന്നുണ്ടെങ്കിൽ അതൊരു വെറും ദുരഭിമാന കൊലയിൽ നിൽക്കില്ല എന്നുള്ളത് എൻ്റെ സംശയം ശരിയായിരുന്നു. ബിക്കോസ് ഇതിൻ്റെ പിന്നിൽ സാത്താൻ സേവ അടക്കം പല വിഷയങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ കുട്ടിയുടെ റൂമിൽ ചുമരിൻ്റെ മുകളിൽ മോക്ഷ എന്ന് എഴുതിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസുകാർ പറയുന്നത്. മോക്ഷ, ഓക്കെ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്. അങ്ങനൊരു സാധനം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിൻ്റെ ഒരു വേർഷൻ വരുന്നത്. പക്ഷേ മോക്ഷ എങ്ങനെയാണ് സാത്താനിസവുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ടൊക്കെ നമുക്ക് കംപ്ലീറ്റ് പറയാം. ആദ്യം തന്നെ ഞാനിവിടെ പോകുന്നത്, ഈ കുട്ടിയെ തീർക്കുന്ന ആ സിറ്റുവേഷനിൽ ഈ വീട്ടുകാരിത് മറച്ച് വെക്കാൻ ശ്രമിച്ചൊരു സീനുണ്ട്. നാച്ചുറലായിട്ട് ഈ കുട്ടി മരിച്ചതാണെന്നും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊന്നും വേണ്ടെന്നൊക്കെ നാട്ടുകാരോട് പറഞ്ഞതിന് ശേഷം നാട്ടുകാരിലൊരു വ്യക്തിയാണ് ഇത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ എത്തി. പിന്നെ അതൊരു കൊലപാതകമാണ് മനസ്സിലായത്. അതായത് ഞാൻ ഇന്ന് രാവിലെ ഒരു ഏകദേശം 7 മണിയായപ്പോൾ ഈ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലെ ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസിന്റെ മകള് മരിച്ചുപോയെന്നാണ് തോന്നുന്നത്, അത് മെമ്പർ ഇവിടം വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അകത്തോട്ട് ചെല്ലുമ്പോൾ ഈ പെണ്ണിന്റെ അച്ഛൻ കരയുന്നുണ്ട്, അമ്മ അപ്പുറത്തിരുന്ന് കരയുന്നുണ്ട്. അപ്പം ഞാൻ അകത്ത് കയറി ഈ പെൺകുട്ടി കിടക്കുന്നത് നോക്കുമ്പോൾ കട്ടിലേ കിടക്കുകയാണ്. അസ്വാഭാവികമായി ഒന്നും തോന്നുന്നില്ല. തലയിണയിൽ നിന്ന് തല ഒരല്പം ചാഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതല്ലാതെ വേറെ അസ്വാഭാവികത തോന്നിയില്ല. അത് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞത് പെണ്ണിന്റെ അച്ഛനോടല്ല, അവിടെ ഏറ്റവും അടുത്ത ബന്ധു എന്നുള്ള നിലയിൽ അമ്മാവനുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൽ. അപ്പം അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞു,
അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് ആള് മരിച്ചുപോയി, ഇനി പിന്നെ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതല്ല, അതിന് നിയമപരമായി നമ്മളിത് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് പോലീസിൽ അറിയിക്കാം എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു മരണം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മരണം നടന്നെന്ന് നിങ്ങൾ സ്ഥിരീകരിച്ചാൽ പോരല്ലോ, ആശുപത്രി ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ സ്ഥിരീകരിക്കണമല്ലോ എന്ന് പറഞ്ഞു. കൃത്യമായൊരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട്. അത് ഈ കുട്ടിയുടെ മരണത്തിന് മുമ്പ് ഈ കുട്ടിയെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണോ അതോ കുട്ടി മരണപ്പെട്ടതിന് ശേഷം അത് മറച്ചു വെക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണോ? അപ്പം ദുരഭിമാനക്കൊലയിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു മറച്ചു വെക്കൽ സിനാരിയോ വരാൻ, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകൾ 4 ആളെ അറിയിച്ച് ഞങ്ങൾ തീർത്തു എന്നുള്ളത് അറിയിക്കാനുള്ളൊരു മെൻ്റൽ സ്റ്റേജിലേക്ക് പോകുന്നതായിട്ട് പല കേസുകളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി പുറത്തു പോയി വരുന്ന വിഷയത്തിൻ്റെ മുകളിൽ മാത്രം അച്ഛനമ്മമാർ, ഇവരൊരു ഭയങ്കര ഹാർഡ് കോർ ദൈവവിശ്വാസികളാണ് അച്ഛനമ്മമാർ. അതിൻ്റെ മുകളിൽ മാത്രം മകളുടെ വഴിവിട്ട ബന്ധമോ അല്ലെങ്കിൽ മകളെ ഇവർക്ക് പുറത്തു പോയി വരുന്നത് കൊണ്ടുള്ള സംശയമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂവിൻ്റെ മുകളിലാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ. ഇതിലിപ്പോൾ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ട് കുറേ പേര് ഈ അച്ഛനെയും അമ്മേനെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് മക്കൾ വഴിവിഴച്ചു പോയാൽ, മക്കൾ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോയാൽ, രാത്രി പുറത്ത്, പെൺകുട്ടികളായ രാത്രി പുറത്ത് പോയിക്കൂടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന് കൊന്നുകളയാണോ വേണ്ടേ? എന്നൊരു ചോദ്യമാണ്. അതും ഇത്രയും വയസ്സുള്ള, കല്യാണം കഴിഞ്ഞ് ഭർത്താവിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു ലേഡി, അവർക്ക് അത്യാവശ്യം വയസ്സ് 10-28 വയസ്സുണ്ട് ഈ കുട്ടിക്ക്. അങ്ങനെയുള്ളൊരു കുട്ടിയെ പുറത്തു പോയി വരുന്നത് മാത്രം കാരണമാക്കി വെച്ചുകൊണ്ട് അച്ഛനും അമ്മയും തീർത്ത് കളയുക എന്ന് പറയുമ്പോൾ അന്ന് രാത്രിയെ വീട്ടിൽ നടന്ന പ്രശ്നമാണ് നമ്മളിതിൽ കറക്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് പുറത്തു പോയി വന്ന ഈ പെൺകുട്ടി ഭയങ്കര എക്സെൻട്രിക്കായിട്ട് ചാടിക്കളിച്ച് അവിടെ ഇരുന്ന വയസ്സായ മുത്തശ്ശനെ പിടിച്ചടിച്ചു. അത് അടിച്ചതിന് ശേഷം ബൈബിൾ എടുത്ത് വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ പോലീസിൻ്റെ വേർഷൻ വരുന്നത്. അങ്ങനെയാണ് ഇവർ ഈ പുറത്തു പോക്ക് രാത്രി ബൈബിള് വലിച്ചെറിയുന്നു, ചുമരിൻ്റെ മുകളിൽ മോക്ഷ എന്ന് എഴുതുന്നു. ഇത് മൊത്തം കൂട്ടി വായിച്ചിട്ടാണ് പോലീസിൻ്റെയും ന്യൂസിൻ്റെയൊക്കെ ഈ ഒരു സാത്താൻ സേവ എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് പോകുന്നത്. പക്ഷെ എനിക്കിതിനകത്തൊരു സാത്താൻ സേവ ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ കുട്ടിക്ക് എവിടെയോ ആദ്യം മുതലേ ഈ കുട്ടി ഈ കന്യാസ്ത്രീയാവാൻ വേണ്ടി ചേരുന്നു, പിന്നെ അതിൽ നിന്ന് അത് ഉപേക്ഷിച്ച് തിരിച്ചു വരുന്നു. പിന്നെ ഈ കുട്ടി വർക്കിന് പോകുന്നൊരു കുട്ടിയാണ്. പക്ഷെ വർക്കിന് പോയി വന്നതിന് ശേഷം വീട്ടുകാരോടൊരു റിബലായ പോലെ കുട്ടി, ഈ വീട്ടുകാർ കുട്ടിയിലേക്ക് അവരുടെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വന്നൊരു ഇഷ്യൂ ആണോ ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതൊരു സാത്താൻ ഫേസ് ഒന്നും എനിക്ക് ഇതിനകത്ത് തോന്നുന്നില്ല. മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ, ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം, ആത്യന്തിക മുക്തി. പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത്. എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത്? ഏതുതരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം? സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. സാത്താൻ സേവയോ സമാനമായതോ ആയ പൊതുധാരാവിരുദ്ധമായ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകമെന്നതാണ് സംശയം. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അത് ഉപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. രാത്രിയാത്രയ്ക്കപ്പുറം കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാവാമെന്ന നിഗമനമാണ് ഈ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നാൽ ഇതാണ് കാരണമെന്ന് ഉറപ്പിക്കാനുള്ള മറ്റു തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൂടുതലായി ലഭ്യമായിട്ടുമില്ല. ഓക്കെ, അന്വേഷണം എന്നാലും മുന്നോട്ട് പോട്ടെ. പക്ഷെ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയും, ഇതൊരിക്കലും ഒരു സാത്താനിസമായിട്ട് ഈ മോക്ഷ ചേർത്ത് വയ്ക്കാൻ പറ്റില്ല. ഈ മോക്ഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ഹിന്ദു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ടേം ഒന്നുകൂടി വരുന്നത്. ഒരു ജീവിതം മോക്ഷത്തിലേക്ക് പോകുന്നു, ഒരു മോക്ഷപ്രാപ്തി, ഒരു മോക്ഷം ലഭിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടുള്ളത് ഹിന്ദു കൾച്ചറുമായിട്ട് ചേർന്നിട്ടാണ് കൂടുതലായിട്ട്. സൈത്തനിക് കൾച്ചറിനകത്ത് എവിടെയും മോക്ഷ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഓക്കെ, സൈത്തനിക് കൾച്ചറിനകത്ത് മോക്ഷ എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ സൈത്തനിക് കൾച്ചറിലുള്ളവർക്ക് മോക്ഷത്തിൻ്റെ കാര്യവുമില്ല. ഫൈൻ. അപ്പോൾ മോക്ഷ എന്ന് പറഞ്ഞ ടേം പെട്ടെന്ന് പിടിച്ചത് സൈത്തനിസം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, ഇത് കണ്ണ് കണ്ട സാധനങ്ങളൊക്കെ പോണ വഴിക്ക് സാത്താൻ്റെ തലയിൽ ഇട്ട് കൊടുത്താൽ എന്ന് പറയുന്നത് ഈ ദൈവവിശ്വാസികളുടെ ഒരു തരം ഫ്രോഡ് പരിപാടിയാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു പെൺകുട്ടി വളർന്നു വരുന്നു,
പെൺകുട്ടിയുടെ ഫാമിലി, അച്ഛനും അമ്മയൊക്കെ ഭയങ്കര വിശ്വാസികൾ. ആ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ആ പെൺകുട്ടിയുടെ മേത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓബിയസ്ലി ആ പെൺകുട്ടിക്ക് പിന്നെ ഒരു കന്യാസ്ത്രീ ആവുന്നത് ചൂസ് ചെയ്തേ പറ്റൂ. ഫൈൻ. പിന്നെ ആ കുട്ടി അത് ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം മേ ബി അവരിഷ്ടമില്ലാതെ ഓപ്റ്റ് ചെയ്തൊരു കാര്യമായിരിക്കാം. കന്യാസ്ത്രീ ആയതിനു ശേഷം അവരുടെ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിനോട് അവർക്ക് ദേഷ്യം തോന്നിയിരിക്കും. അതുകൊണ്ട് അവർ അച്ഛനമ്മമാർ പള്ളിയിൽ പോകുന്നത് മുടക്കിയിരിക്കും. അല്ലെങ്കിൽ അത് ആ ഒരു കോൺസെപ്റ്റേ വെറുത്ത് പോയി കാണും. ഇപ്പം ഇന്നലെ എൻ്റെ വീട്ടിൽ എന്തോ ഒരു സാധനം നടന്നിടേ, ഈ കളൊക്കെ വരച്ചിട്ടുള്ള എന്തോ പരിപാടി വീട്ടിനകത്ത് നടന്നു. വീട്ടുകാരിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞിട്ട് എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞു. ബട്ട് എന്നാലും സ്നേഹ വിശ്വാസം ചെയ്തുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വരാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല. മഹാസുദർശന ഹോമം അതാണ് നടന്നത്. ഞാൻ പോയില്ല, എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയില്ല. ഞാൻ നൈറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനവിടെ പോയ സമയത്ത് ഈ മഹാസുദർശന ഹോമം ചെയ്യാൻ വന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, കണ്ണാന്നുള്ള എന്നോട് ചോദിക്കുക, കണ്ണ എന്താ വരാഞ്ഞെന്ന് ചോദിച്ചു. താല്പര്യമില്ല. പണ്ട് അമ്മമ്മ കൈ പിടിച്ച് കൊണ്ടു നടന്നിരുന്ന കാലത്തൊക്കെ അമ്മമ്മയുടെ വിശ്വാസം അമ്മമ്മ എനിക്ക് അതിങ്ങനെ തന്നിട്ട് പോകുമായിരുന്നു. അമ്പലത്തിൽ കൊണ്ടുപോകുക, പരിപാടികൾ ചെയ്യുക, ശബരിമലയിൽ കൊണ്ടുപോകുക. അങ്ങനെ ദൈവവിശ്വാസമായിട്ട് ആ വിശ്വാസം എനിക്കും തന്ന് നടന്നിരുന്ന അമ്മമ്മ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നരകിച്ച് മരിച്ചത് കണ്ടതോട് കൂടിയിട്ട് എനിക്ക് ഈ ദൈവത്തിനുള്ള വിശ്വാസം പോയി. അതുകൊണ്ട് എനിക്കിതിനോടൊന്നും താല്പര്യമില്ല. ഞാൻ നിങ്ങളുടെ പരിപാടികൾക്കൊന്നും വരുന്നില്ലല്ലോ, തടസ്സം നിൽക്കുന്നുമില്ല. നിങ്ങൾക്ക് ചില വീട്ടുകാർക്ക് അവരുടെ വിശ്വാസമാവാം, നിങ്ങൾക്കത് വന്ന് ചെയ്തിട്ട് പോവാം. ഞാൻ എങ്ങനെയാണോ നിങ്ങളുടെ വിശ്വാസങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലെ എൻ്റെ വിശ്വാസമില്ലായ്മ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോന്നു. മേ ബി അതേപോലെ ഈ കുട്ടി ഒരു പക്ഷേ കന്യാസ്ത്രീ ആവുന്ന ആ ഒരു പ്രോസസ്സിൽ അനുഭവിച്ച എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കും ആ കുട്ടി റിബലായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ വീട്ടുകാർ കൊടൂര വിശ്വാസികളാവുന്ന സമയത്ത് ചില മക്കൾക്ക് ഒരു സീൻ വരും. എനിക്കിപ്പോൾ അങ്ങനെ വന്നൊരാളാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ പേരാണ് നിങ്ങൾ നോക്കുക, സായി കൃഷ്ണൻ. കൊടൂര വിശ്വാസികൾ, ഭയങ്കര വിശ്വാസികൾ. ഒന്നുമില്ല, വീട്ടിൽ നിന്ന് ഒരാളെ കാണാതായാലടക്കം അപ്പോൾ പണിക്കരടുത്ത് പോയിട്ട് മറ്റേ സാധനം നോക്കുന്ന, രാശി നോക്കുന്ന ടീംസാണ്. അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെടുന്നില്ല വീട്ടുകാർ. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് കണ്ട് നമുക്ക് തന്നെ ഒരുമാതിരി എന്ന് തോന്നിക്കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ മാറുന്നത്. അപ്പോൾ ഈ കുട്ടി ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം, കുട്ടിക്ക് അങ്ങനെ തോന്നിയിരിക്കാം. കൊടൂര വിശ്വാസികളായതുകൊണ്ട് കന്യാസ്ത്രീ ആവാൻ പോയ മകൾ അതിൽ നിന്ന് മാറി വന്നു, ബൈബിള് വലിച്ചെറിയുന്നു, ഇവരെ പള്ളിയിലേക്ക് പോകുന്നത് തടയുന്നു, രാത്രിയിൽ അവൾ പുറത്തു പോകുന്നു എന്നൊക്കെ തോന്നിയിട്ട് വീട്ടുകാർ ഈ അച്ഛനും അമ്മയും അമ്മാവനും കൂടി ചേർത്താൻ പിടിച്ചു എന്നുള്ളത് അവരുടെ ഊഹാപോഹങ്ങളാണെങ്കിലോ, അല്ലെങ്കിൽ അവരിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു സിറ്റുവേഷൻ, ഓക്കെ, ആ അച്ഛൻ ആ ഒരു സിറ്റുവേഷനിൽ അതുകൊണ്ട് ചെയ്തു. ഇനിയിപ്പോൾ അതിനൊരു ബാക്കിലൊരു സ്റ്റോറി ലൈൻ വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് മരിച്ചുപോയ ആളെന്താണെങ്കിലും നീച്ചു എന്ന് കാര്യങ്ങൾ പറയാനൊന്നും പോകുന്നില്ല. അപ്പം എല്ലാം കൊണ്ടുപോയിട്ട് ഒരു സൈത്തനിസത്തിൻ്റെ തലയിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെട്ടു പോകാനോ എന്നുള്ള രീതിക്ക് പറയുന്നതാണോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കണം. എന്താണെങ്കിലും രാത്രിയുള്ള പോക്കും കാര്യങ്ങളിലും കൂടുതലായിട്ട് അവരുടെ കോൾ റെക്കോർഡ്സും കാര്യങ്ങളും അവരുടെ വാട്സാപ്പും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആരൊപ്പം ഹാങ് ഔട്ട് ചെയ്യുന്നു, എവിടെ പോകുന്നു, പുറത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടും. ഫ്രണ്ട്സിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയാം. അപ്പോൾ എല്ലാവരും സാത്താനിസത്തിന് വേണ്ടിയിട്ട് രാത്രി പുറത്ത് പോകും, അല്ലെങ്കിൽ സാത്താനിസം രാത്രിയാണോ പുറത്ത് പോകുന്നത്? ആരെ ഈ പൊട്ടത്തരം പറഞ്ഞത്? ഇങ്ങനെ കുറേ ഉണ്ട്. സാത്താൻ ഡെവിൾ എന്നൊക്കെ പറഞ്ഞാൽ കറുപ്പാണ്, ഇരുടാണ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. പച്ച വെളിച്ചത്തിലും കാണൂടെ, പച്ച വെളിച്ചത്തിൽ ഇറങ്ങി നടക്കുന്ന ചേത്താമാർ നാട്ടിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പെൺകുട്ടിയുടെ രാത്രികാല പോക്ക് അത് മാത്രം ഓഡിറ്റ് ചെയ്ത് അങ്ങനെ രാത്രി പുറത്തു പോയ കുട്ടിയെ അച്ഛനും അമ്മയും കൂടി കൊന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത്. ആ ലേഡി അനുഭവിച്ചൊരു തരം പ്രഷർ കുക്കർ സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. ആ ലേഡിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഒരു അൺസ്റ്റേബിൾ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലോ, മനസ്സിലായോ, ഒരു ഭ്രാന്ത്, ചിത്തഭ്രമം എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആ ലേഡി പോയിട്ടുണ്ടെങ്കിൽ കൊന്നു കളയാൻ വേണ്ടത്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത് അല്ല. അതൊരിക്കലും പാടുന്ന അങ്ങനത്തെ കേസല്ല. വിശ്വാസ സംബന്ധമായി യാഥാസ്ഥിതിക കുടുംബമായിരുന്നു ജോസ്മോന്റെയും ജെസ്സിയുടെയും. പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാതാപിതാക്കൾക്കും മകൾക്കുമിടയിൽ അകലമുണ്ടാക്കി. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ കൊലപാതക ദിവസവും രാത്രി പുറത്തുപോയി. 11 മണിയോടെ മടങ്ങിയെത്തിയപ്പോൾ പിതാവ് വൈകിയതിനെ ചോദ്യം ചെയ്തു. അടുത്തിരുന്ന വെള്ളവും കുപ്പിയും എടുത്ത് പിതാവിനെ എറിഞ്ഞു. ജോസ്മോൻ രോഷകുലനായി കയറി പിടിച്ചപ്പോൾ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടി. ബൈബിൾ വലിച്ചെറിയാനായി എടുത്തതോടെ ജോസ്മോൻ കഴുത്തിൽ പിടിമുറുക്കി. അമ്മ പിന്നിൽ നിന്ന് ഏഞ്ചലിന്റെ കൈ ബലമായി പിടിച്ചു. ബോധരഹിതയായി വീണ അവളെ ജോസ്മോൻ വീണ്ടും തോർത്തുപയോഗിച്ച് കഴുത്തു ഞെരിച്ച് മരണമുറപ്പാക്കി.
വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനെ ഒരു ആണ് അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കി തിരുവസ്ത്രമണിഞ്ഞെത്തിയ ഏഞ്ചലിനെ കണ്ട ഓർമ്മ അയൽവാസിയായ സ്ത്രീ പങ്കുവച്ചിരുന്നു. ഏഞ്ചലിന് സ്തുതി നൽകിയപ്പോൾ തങ്ങളെ ഒന്ന് നോക്കിയത് പോലുമില്ല. മുഖം ദേഷ്യഭാവത്തിലായിരുന്നു. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായാണ് അറിഞ്ഞതെന്നും അവർ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഏഞ്ചലിന്റെ സ്വഭാവം മാറുമായിരുന്നുവെന്ന് ഭർത്താവും മൊഴി നൽകിയിട്ടുണ്ട്. വളരെയധികം ദേഷ്യം എല്ലാവരോടും വെച്ച് പുലർത്തി. കുടുംബാംഗങ്ങളോടൊഴികെ നാട്ടുകാരോട് വളരെ സൗമ്യമായ ഇടപെടൽ. ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ രാത്രി 11 വരെ പിന്നീട് എവിടെയായിരുന്നു? ഒറ്റക്കുള്ള സഞ്ചാരങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളുമൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുന്നു. ഇതിൽ കേട്ടിടത്തോളം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്ന കാര്യം പറയാം. 2 രീതിക്കാണ് ഈ കുട്ടിയുടെ സ്വഭാവ മാറ്റങ്ങൾ ചിലപ്പോൾ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര വിശ്വാസികളായ അച്ഛനമ്മമാർ കുട്ടിയുടെ മേത്ത് ആ വിശ്വാസം അടിച്ചേൽപ്പിച്ചു, കന്യാസ്ത്രീ ആവാൻ വിട്ടു. അവിടുന്ന് അവർക്ക് ഭയങ്കര ബാഡായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസുകളൊക്കെ കിട്ടിക്കാണ്ട് അവർ ആ വിശ്വാസത്തെ എതിർക്കാൻ തുടങ്ങി. അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വിശ്വാസികളായ അച്ഛനമ്മമാർ വൈകുന്നേരം ആകുമ്പോൾ കൊന്തിയും ചൊല്ലി വീട്ടിൽ മറ്റേ ബൈബിളും വായിച്ചിരിക്കില്ല. അവർക്ക് അത് പറ്റുന്നുണ്ടാവില്ല. അവർ അപ്പോൾ ആ ടൈം കഴിഞ്ഞ് പുറത്തു പോയി വരുമായിരിക്കും. സ്വഭാവ മാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ അനുഭവിച്ച കാര്യങ്ങൾ ഈ വിശ്വാസത്തിലൂടെ വന്ന പ്രശ്നങ്ങളാണല്ലോ എന്നറിയുമ്പോൾ ആ വിശ്വാസവുമായിട്ട് കണക്ട് ചെയ്ത് അവരോട് സംസാരിക്കുമ്പോൾ അവരതിനെ എതിർക്കും. പള്ളിയിൽ പോകണതോ അല്ലെന്നുണ്ടെങ്കിൽ ബൈബിൾ വലിച്ചെറിയുന്നതൊക്കെ അതിൻ്റെ ഒരു സൂചനകളായിരിക്കാം. അതൊരു റീസൺ. രണ്ടാമത്തെ റീസൺ, സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസം, ദേഷ്യം, കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം കാരണം, ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം, എന്തെങ്കിലും ഒരു അൺസ്റ്റേബിൾ സിറ്റുവേഷൻ വരുമ്പോൾ മനുഷ്യന് ഭ്രാന്ത് പിടിക്കും നമുക്ക് പറയാൻ പറ്റും. വെറുതെ നടന്നു പോകുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കാം. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ആണ് മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. സോ ഈ കുട്ടിക്ക് അങ്ങനത്തെ വല്ല മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചേ പറ്റൂ. വേറൊരു റീസൺ മേ ബി ലഹരിയുടെ ഉപയോഗമായിരിക്കാം. ഓക്കെ, അതും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ലഹരിയുടെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് മൂഡ് സ്വിങ്സ്, മൂഡ് ചേഞ്ച് വരുന്ന സമയത്തൊരു അങ്ങനത്തെ സ്കീമുകൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, പക്ഷേ ലഹരിയുടെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രാത്രികാലം സഞ്ചരിച്ച് വന്ന, രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന മകളെ അച്ഛൻ തീർത്തു എന്നുള്ളൊരു വേർഷൻ വരുമ്പോഴത്തേക്ക് ഈ രാത്രികാലം ഡെഫിനറ്റ്ലി പോലീസ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ട്രാക്ക് ചെയ്തിട്ടുണ്ടാവും അവർ, അതിലൂടെ പോയി നോക്കിയിട്ടുണ്ടാവും അവർ. നോക്കിയ സമയത്തൊന്നും ലഹരിയുടെ ഒരു എലമെൻറ്റ് എവിടെയും കിട്ടാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇത് ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഇന്ന് ഈ ദിവസം വരെ ഉള്ളപ്പോൾ ഇവർ ഈ സാത്താൻ സേവയിലേക്ക് പോയത്. ലഹരി കേസിൻ്റെ ആ വഴിക്ക് പോകാതെ സാത്താൻ സേവയിലേക്കാണ് ഇവർ പോയിട്ടുള്ളത്. സോ ഞാൻ പറയുന്നത്, വിശ്വാസവും കൂടിക്കഴിഞ്ഞാൽ അന്ധമായിട്ടുള്ള വിശ്വാസമായിട്ട് മാറും. ഓക്കെ, അത് അച്ഛനമ്മമാർക്കാണെന്നുണ്ടെങ്കിലും ആർക്കാണെന്നുണ്ടെങ്കിലും അത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒപ്പം നിൽക്കുന്ന എല്ലാവരും അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെകുത്താൻ്റെ പരിപാടി കാണിച്ചാൽ, ചെകുത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും കൊലയും ആളെ പറ്റിക്കലും അല്ലെങ്കിൽ ഉപദ്രവിക്കലും ഒക്കെയാണെന്നാണല്ലോ പറയല്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെകുത്താൻ സാത്താനിസം ഇവിടെ ശരിക്കും ആരാ ചെയ്തേ? അങ്ങനത്തെ കോൺസെപ്റ്റിലാണ് സൈത്താനിസം അല്ലെങ്കിൽ ചെകുത്താൻ എന്നുള്ളത് വെക്കുന്നവരോട് ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മയില്ല ഇപ്പോൾ ചെകുത്താന്മാരായ. സാത്താനിസം നിങ്ങൾ വിചാരിക്കുന്ന സാത്താനിസം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക, അല്ലേ? അങ്ങനെ വരും. അപ്പോൾ അപ്പോൾ ഇവരാണോ ഇപ്പോൾ ചെകുത്താൻ്റെ പ്രവൃത്തി ചെയ്തത്, ദൈവത്തിൻ്റെ കുഞ്ഞാടുകൾ? ഇതൊന്നും അല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, മോക്ഷ എന്നൊന്നും ഒരിക്കലും കൊണ്ടുപോയിട്ടൊരു ചെകുത്താൻ്റെ തൊഴുത്തിൽ കെട്ടിപ്പോരാന്നാലും വിചാരിക്കേണ്ട. അങ്ങനത്തെ സ്കീമൊന്നുമല്ല ഇത്. ഈ കുട്ടിക്ക് എന്തൊരു ട്രാൻസ് ഫീൽ, അവിടെയൊക്കെയാണ് ഞാൻ വീണ്ടും എനിക്ക് സ്റ്റക്കാവുന്നത്. കുട്ടിക്ക് എഴുതി വെച്ചത് മോക്ഷ എന്നാണ്. ഓക്കെ, മോക്ഷ എന്ന് എഴുതി ചുമരിൽ വെക്കുന്നു. മോക്ഷയുടെ അടിയിൽ തന്നെ ഈ കുട്ടി വീണ്ടും ടേമുകൾ എഴുതി വെച്ചിട്ടുള്ളത് ഞാനിപ്പോൾ ഒന്ന് വായിച്ചു തരാം. ഞാൻ ആ സാധനം ഒന്ന് എടുക്കട്ടെ. മോക്ഷ എന്ന് എഴുതിയതിന് ശേഷം ഈ കുട്ടി എഴുതിയിട്ടുള്ളത് ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്. ഓക്കെ, സാൽവേഷൻ, അതായത് മരണത്തിൽ നിന്നും ജനനത്തിൽ നിന്നും പിന്നെ പുനർജന്മത്തിൽ നിന്നും ഒക്കെയുള്ള മോക്ഷം. അതായത് ഈ കുട്ടി വേറെ ഏതോ വേൾഡിലാണ്. ഒന്നില്ലെങ്കിൽ ഈ കുട്ടിക്ക് മെൻ്റലി അൺസ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ വല്ല ഡ്രഗിൻ്റെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെ എന്തോ ആണ് ഈ കുട്ടിയുടെ വിഷയം. അല്ലാതെ ഈ പറഞ്ഞ പോലെ അവരുടെ ഈ സാത്താന്തേവിയും കുറുവടിയും പരിപാടിയൊന്നുമല്ല. എന്താണെങ്കിലും കുട്ടീനെ അച്ഛനും അമ്മയും കൂടിയും തീർത്തു, അമ്മാവൻ കൂട്ടി നിന്നു. ഡെഫിനറ്റ്ലി അത് മറച്ചു വെക്കാനുള്ളൊരു ശ്രമം ഇവർ നടത്തി എന്നുള്ളത് ആ നേരത്തെ മെമ്പർ പറഞ്ഞതിൽ നിന്നും വ്യക്തമാണ്. ലെറ്റ് സി. എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്ന നാട്ടുകാരോടാണ്. ചുമ്മാ മറ്റേ മകൾ വഴിവിട്ട ബന്ധം കണ്ടപ്പോഴോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് രാത്രി പോയപ്പോഴോ മാസമായി തല്ലിക്കൊന്നൊരു അച്ഛനോ കെട്ടിത്തൂക്കിയ അച്ഛനോ അമ്മയൊന്നുമല്ല. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളിൽ മകൾ വന്നില്ല എന്നുള്ളത് കൊണ്ട് തീർത്ത് കളഞ്ഞ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്.